അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപന ചടങ്ങിനുള്ള ചെലവ് കണ്ടെത്താൻ ഫണ്ട് വകമാറ്റൽ. പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് 1.5 കോടി രൂപ വകമാറ്റിയാണ് പണം കണ്ടെത്തിയത്. ഒക്ടോബർ 26-ന് തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഇറക്കിയ ഉത്തരവിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. ഇന്ന് 3:30 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് പരിപാടി. സുല്ലൈസക്കുണ്ട് വിവരങ്ങൾ നൽകാനായി. സുല്ലൈസക്ക്, പ്രതിപക്ഷം അടക്കം വലിയ തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. ഈ ബജറ്റ് പ്രഖ്യാപനത്തിന്റെ പലതും വെട്ടിച്ചുരുക്കി കടുംവെട്ടൊക്കെ ഉണ്ടായി. ഈ പണം എവിടെ എന്ന തലത്തിലുള്ള ഒരു പരാമർശങ്ങളൊക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന തലത്തിലല്ലേ ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവരുന്നത്? അജി, ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം അതിവിചിത്രമായ ഒരു നടപടി എന്ന് വേണം നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ. അതായത് അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക ചടങ്ങ്, ആ ചടങ്ങ് സംഘടിപ്പിക്കുന്നതിനായി പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാനായി, സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരായ മനുഷ്യർക്ക് വീട് നിർമ്മിക്കുന്നതിനായി തദ്ദേശ വകുപ്പിന് അനുവദിച്ച് നൽകിയ തുകയിൽ നിന്ന് 1.5 കോടി രൂപ വകമാറ്റിയിരിക്കുന്നു എന്നതാണ് വലിയ രസകരമായ ഒരു കാര്യം. അതായത് ഇന്ന് രാവിലെയാണ് നിയമസഭ പ്രത്യേക സമ്മേളനം ചേർന്ന് കേരളത്തെ രാജ്യത്തെ ആദ്യത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ ചടങ്ങാണ് വൈകിട്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുക. 3:30 ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ മമ്മൂട്ടിയും മോഹൻലാലും കമൽഹാസനും ഒക്കെ പങ്കെടുക്കും എന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്തായാലും മോഹൻലാലും കമൽഹാസനും പരിപാടിയിലേക്കില്ല, മമ്മൂട്ടി മാത്രമായിരിക്കും ഉണ്ടാവുക. അത് വ്യക്തിപരമായ ചില കാരണങ്ങളാലാണ് അവർ പങ്കെടുക്കാത്തതെന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ആ ചടങ്ങിന് 1.5 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. അതായത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആ ചടങ്ങിന് വകയിരുത്തിയത് 1.5 കോടി രൂപയാണ്. ആ 1.5 കോടി രൂപ കണ്ടെത്തിയത് ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഏറ്റവും ദരിദ്രരായ ആളുകൾക്ക് ഷെൽട്ടർ ഹോമുകൾ ഉണ്ടാക്കുന്നതിനായി, വീടുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അനുവദിച്ച് നൽകിയിട്ടുള്ള തുകയിൽ നിന്നാണ്. ആകെ 2025-26 സാമ്പത്തിക വർഷം അതിലേക്ക് മാറ്റിവെച്ചിട്ടുള്ളത് 52.80 കോടി രൂപയാണ്. അതിൽ നിന്ന് 1.5 കോടി രൂപ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾക്കായി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് ഇക്കഴിഞ്ഞ 25-ാം തീയതി, 10-ാം മാസം 25-ാം തീയതി ഇവരുടെ ഒരു വർക്കിംഗ് ഗ്രൂപ്പ് ചേരുകയും ആ വർക്കിംഗ് ഗ്രൂപ്പ് ഈ 1.5 കോടി രൂപ ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നതിനുള്ള അനുമതി നൽകുകയും ചെയ്തു. അങ്ങനെ അനുമതി നൽകിക്കൊണ്ട് ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറി അനുപമ TV IAS പുറത്തിറക്കിയിട്ടുള്ള ലെറ്റർ അവർ അവരുള്ള ആ കത്തിൻ്റെ പകർപ്പാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. നോക്കൂ, അതിൽ തന്നെ അതിൻ്റെ ഒരു വൈചിത്രം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഈ ദരിദ്രരിൽ നിന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരു ചടങ്ങ് നടക്കുന്നു. ആ ചടങ്ങിനെടുക്കുന്ന പൈസ പോലും ദരിദ്രർക്ക് വേണ്ടി മാറ്റിവെച്ച പൈസ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അജി സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില പ്രഖ്യാപനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നത്. ക്ഷേമ പെൻഷനുകൾ, അതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ DA കുടിശ്ശിക, അങ്ങനെ നിരവധി പ്രഖ്യാപനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴൊക്കെ പ്രതിപക്ഷം ചോദിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം പൈസ എവിടെ എന്നാണ്. പൈസ എവിടെ സർക്കാരെ എന്നായിരുന്നു. പക്ഷേ അന്ന് പ്രതിപക്ഷം ആരോപിച്ച മറ്റൊരു കാര്യമുള്ളത്, ഇതിനുവേണ്ടി പണം കണ്ടെത്തുന്നതിനായി സ്വാഭാവികമായും ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ, കഴിഞ്ഞ ബജറ്റിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള തുക കട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വിവിധ വകുപ്പുകളിലെ വിവിധ പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന തുക കട്ട് ചെയ്തിട്ടായിരിക്കും ഇത് അനുവദിച്ചു കൊടുക്കുക. നേരത്തെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഏതാണ്ട് പല വകുപ്പുകളിൽ നിന്നും 40 മുതൽ 50% വരെ തുക ഇത്തരത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് എന്ന ആക്ഷേപം ഉയർന്നു വന്നിരുന്നു. അതേപോലെ ആയിരിക്കും ഇത്തവണയും ഇതിനുവേണ്ടിയുള്ള പണം കണ്ടെത്തുക. സ്വാഭാവികമായും സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളെ അത് കാര്യമായി തന്നെ ബാധിക്കും എന്നായിരുന്നു ഈ പ്രതിപക്ഷത്തിൻ്റെ ആക്ഷേപം. അത് ഏതാണ്ട് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ഉദ്ഘാടന മാമാങ്കത്തിന് വേണ്ടി ഈ പൈസ, ഈ തുക 1.5 കോടി രൂപ മാറ്റിവെക്കുന്നത് ഈ തദ്ദേശ വകുപ്പിൻ്റെ ഇത്തരമൊരു ഫണ്ടിൽ നിന്നാണെന്നുള്ള വാർത്ത പുറത്തു വരുന്നതോടുകൂടി അത് പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തെ സാധൂകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ചെയ്യുന്നത്. അജി, ഒപ്പം തന്നെ കൃത്യമായി ഈ വിഷയത്തിൽ സർക്കാരിന് കൃത്യമായ ഒരു മറുപടി പറയേണ്ടി വരില്ലേ സുനിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുടെ ഫണ്ടാണ് ഇത്തരത്തിൽ വകമാറ്റി ചെലവഴിച്ചിരിക്കുന്നത്, അതും അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനത്തിനു വേണ്ടി. അപ്പോൾ സർക്കാർ തീർച്ചയായും ഇതിലൊരു ഉത്തരം പറയേണ്ടി വരില്ലേ? തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 52.80 കോടി രൂപയിൽ നിന്ന് 1.5 കോടി രൂപ മാറ്റുന്നതോടുകൂടി ബാക്കി 51.30 കോടി രൂപ മാത്രമായിരിക്കും ഇനി ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബാക്കി ഉണ്ടാവുക.
അതായത് ഈ 1.5 കോടി രൂപയ്ക്ക് എത്ര മനുഷ്യർക്ക് വീട് വെച്ച് നൽകാമായിരുന്നു എന്നൊരു ചോദ്യം സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നാൽ തെറ്റ് പറയാൻ കഴിയില്ല. സ്വാഭാവികമായും ഈ വിഷയം പ്രതിപക്ഷം ഉയർത്തും. ഇന്ന് ചേർന്ന KPCC യോഗം ഇതുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരത്തിൽ ഈ സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികളുടെ പൊള്ളത്തരം തുറന്നു കാട്ടിക്കൊണ്ട് വ്യാപകമായി പ്രചരണം നടത്തുമെന്നൊക്കെ ഒരു തീരുമാനത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ കൂടി ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷം ഒരു പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും സർക്കാരിനും ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായ വിശദീകരണം നൽകേണ്ടി വരും.